തൃശൂർ പറപ്പൂക്കരയിൽ പിതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവിനെ താഴെയിറക്കി. യുവാവിന് മാനസിക അസ്വാസ്ഥ്യമെന്ന് പോലീസ് അറിയിച്ചു. ഇയാളെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെട്ടേറ്റ പിതാവ് രവിയെ ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സൂരജ്, മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ഈ വീടിന് മുകളിൽ കയറിയ മേൽക്കൂരയ്ക്ക് മുകളിൽ കയറിയ ആളെ ഇപ്പോൾ താഴേക്ക് ഇറക്കിയിരിക്കുന്നത്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, അത് അറിഞ്ഞിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ പെട്ടെന്നൊരു പ്രകോപനം ഉണ്ടാവാൻ കാരണം? പ്രജിൻ, ഈ പ്രതിയായിട്ടുള്ള വിഷ്ണു വീടിന്റെ ഈ ഒന്നാമത്തെ നിലയിലേക്ക് കയറുകയായിരുന്നു. ആ ദൃശ്യങ്ങളിൽ കാണാം. ഒന്നാമത്തെ നിലയിൽ കയറിയതിനു ശേഷം അങ്ങോട്ടേക്കുള്ള വാതിലും ജനലും അടച്ച് അതിനകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. പലതവണ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇടപെട്ടുകൊണ്ട് ഈ വിഷ്ണുവിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിഷ്ണു അതിന് തയ്യാറായില്ല. ഇതോടുകൂടി 4 ജനലുകളും തകർത്ത് പോലീസ് ഇതിനകത്തേക്ക് കയറുന്ന സമയത്ത് വിഷ്ണുവും ഒരു ജനലിലൂടെ പുറത്തേക്ക് ഇറങ്ങുകയും ആ സമയത്ത് പോലീസ് വിഷ്ണുവിനെ കീഴ്പ്പെടുത്തുകയുമായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. വിഷ്ണുവിന്റെ അച്ഛനും അമ്മയും ഈ രവിയും മാതാവും ഇതിന് തൊട്ടപ്പുറത്ത് മാറി മകളോടൊപ്പം താമസിക്കുകയായിരുന്നു. അതിനിടയിൽ ഇവർക്ക് ഈ ലൈഫ് പദ്ധതി പ്രകാരം കിട്ടിയ വീടിന്റെ രേഖകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഈ മേഖലയിലേക്ക്, ഈ വീട്ടിലേക്ക് എത്തുന്നത്. ആ സമയത്താണ് കയ്യിലുണ്ടായിരുന്ന വടിവാൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വിഷ്ണു അച്ഛനെ ആക്രമിക്കുന്നത്. രവിക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. തൊട്ടു പിന്നാലെ അമ്മ ഓടി രക്ഷപ്പെട്ടതോടുകൂടിയാണ് ഈ വിവരം നാട്ടുകാരടക്കം അറിയുന്നത്. എന്തായാലും അമ്മയ്ക്ക് പരിക്കേറ്റിട്ടില്ല, പക്ഷെ പരിക്കേറ്റ പിതാവിന്റെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. പിന്നീടാണ് വിഷ്ണു ഈ ഒന്നാമത്തെ നിലയിൽ കയറി വാതിലെല്ലാം അടച്ച് അതിനകത്ത് തന്നെ ഇരുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് ഏറെ പ്രയാസപ്പെട്ട് മണിക്കൂറുകൾക്ക് ശേഷം ഇപ്പോൾ പ്രതിയെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. പ്രതിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പുതുക്കാട് ഹോസ്പിറ്റലിൽ എത്തിച്ച വിഷ്ണുവിനെ ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിഷ്ണുവിന് പരിക്കുകളൊന്നുമില്ല, പക്ഷേ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്നതുകൊണ്ടും മാനസികാസ്വാസ്ഥ്യം ഉള്ളതുകൊണ്ട് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാൻ അന്വേഷണ സംഘം തീരുമാനിക്കുകയായിരുന്നു. പ്രജിത്ത്, ശരി. സൂരജ് സജിയാണ് തൃശൂരിൽ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഇപ്പോൾ ഇയാളെ താഴേക്ക് ഇറക്കിയിട്ടുണ്ട് മേൽക്കൂരിൽ നിന്നും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകൾ അവിടുത്തെ നാട്ടുകാരെയും ഒപ്പം പോലീസിനെയും ഒക്കെ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയ സംഭവം. ഈ രീതിയിൽ ഈ മേൽക്കൂരയ്ക്ക് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുകയായിരുന്നു വിഷ്ണു എന്നയാൾ. പിതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷമാണ് ഈ രീതിയിൽ മേൽക്കൂരയ്ക്ക് മുകളിൽ ഇരിപ്പുറപ്പിച്ചത്. ഏറെ പണിപ്പെട്ടാണ് ഇപ്പോൾ അവിടെ പോലീസുകാർ ഇടപെട്ട് ഇയാളെ താഴെ ഇറക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.